ഉയർത്തിയല്ലോ നീ ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എന്നേശുവേ കർത്താവിന് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ, ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ തന്നതിനാൽ നന്ദിയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ ഭക്തന്മാരെ സ്നേഹിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാകിയാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഭക്തന്മാരുടെ ആവശ്യങ്ങളെ അറിയുകയും അവരെ കരുതുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 25-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷൻ. അതെ, ദൈവം ഭക്തന്മാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് നടക്കേണ്ട വഴി അവർക്ക് കാണിച്ചു കൊടുത്ത് അത് നടത്തുന്ന ദൈവമെന്ന് തിരുവചനം പറയുന്നു. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഊസ് ദേശത്ത് യോബ് എന്നു പേരുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. അവനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ഭക്തൻ ഈ ലോകത്തിലെ ലോക വഴിയിൽ അവൻ നടക്കുവാനോ ലോകത്തിൻ്റെ ഇച്ഛകളിൽ പോകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ യഹോവ ഭക്തനായി തന്നെ ജീവിച്ച് യഹോവയുടെ വഴികളിൽ നടപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ഭക്തന്മാർക്ക് വരുന്ന എല്ലാ കഷ്ടങ്ങളും ദൈവം അവരെ വിടുവിച്ച് സൂക്ഷിക്കുന്ന ദൈവമെന്ന് തിരുവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചക ശിഷ്യ പറയുമ്പോൾ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് അവൻ യഹോവ ഭക്തനായിരുന്നു. ദൈവമക്കളെ, ലോകം ഭക്തന്മാരെ വിട്ടുകളയുമ്പോൾ, ഭക്തന്മാരെ അറിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ ഭക്തനായ മനുഷ്യൻ അവൻ നടക്കേണ്ട വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇന്ന് പൽക്കാലം അനേകർ ഭക്തി വിട്ട് ദൈവവഴി വിട്ട് നടക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് ഭക്തിയുള്ളവരായി ഭക്തിയോടുകൂടെ നമ്മുടെ ജീവിതം നയിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കാം. ഭക്തന്മാരവർ ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്നുവരെയും ഭക്തന്മാർ മുടിഞ്ഞു പോകുവാൻ, അവർ നശിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ലല്ലോ. ഇന്ന് പൽക്കാലം ഭക്തിയോട് ജീവിച്ച് ആ നല്ല ദൈവത്തെ സേവിക്കാം. ദൈവനായ നമുക്ക് കൃപ തരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, യഹോവ ഭക്തന്മാരെ അന്വേഷിക്കുന്ന ദൈവമാണ്. തൻ്റെ ഭക്തൻ പോകുന്ന വഴി നടക്കുന്ന വഴി അവനെക്കുറിച്ചും അവൻ്റെ തലമുറകളെക്കുറിച്ചും ദൈവം ഇച്ഛിക്കുന്ന വഴിയിൽ കൂടി തൻ്റെ ജനത്തെ നടത്തി ഭക്തിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വം നിങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. രക്ഷകൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.